ഗോഡ്സെ എന്ന ഹിന്ദുമത പ്രാന്തനാണ് വെടിവെച്ച് പോകുന്നത്. പക്ഷെ ഗാന്ധിജിയെ ഒരു പ്രാവശ്യമാണ് ഗോഡ്സെ വെടിവെച്ച് പോകുന്നത്. എന്നാൽ ഗാന്ധിജിയുടെ ആത്മാവിന് അനവധി പ്രാവശ്യം വോട്ടിന് വേണ്ടി കൊല്ലുന്ന ഹിംസാ പൊളിറ്റിക്സ് ആണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത്. BJP ബാന്ധവം, കോൺഗ്രസ് ബാന്ധവം ഈ നാടിൻ്റെ മതനിരപേക്ഷതയെ തകർക്കപ്പെടും. കച്ചേരി മൈതാനത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദേശവുമായി ഗാന്ധിജി എത്തിച്ചേർന്ന ദിനമാണ് ഈ ദിനം. അതിന് 100 വർഷം തികയുകയാണ്. 100 വർഷം തികയുന്ന സന്ദർഭത്തിൽ ഗാന്ധിജി പറവൂരിൽ ശതാബ്ദി ആഘോഷം വരുന്നൊരു വർഷക്കാലം ഈ കേരളം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ മാതൃകാപരമായി നവോത്ഥാന കാലത്ത് ഒരു ചരിത്രമുണ്ട് പറവൂരിന്, ദേശീയ പ്രസ്ഥാനത്തിനും ഒരു ചരിത്രമുണ്ട് പറവൂരിന്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ചരിത്ര ദൗത്യമാണ് ഈ തലമുറ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. ജനിച്ച മണ്ണിൽ മരിക്കുവോളം ജീവിക്കാനും പണിയെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരേണ്ടതായിട്ടുണ്ട്. ഗാന്ധിജിയെ 1948 ജാനുവരി 30 ബിർള മന്ദിരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോഡ്സെ എന്ന ഹിന്ദുമത പ്രാന്തനാണ് വെടിവെച്ച് പോകുന്നത്. പക്ഷെ ഗാന്ധിജിയെ ഒരു പ്രാവശ്യമാണ് ഗോഡ്സെ വെടിവെച്ച് പോകുന്നത്. എന്നാൽ ഗാന്ധിജിയുടെ ആത്മാവിന് അനവധി പ്രാവശ്യം വോട്ടിന് വേണ്ടി കൊല്ലുന്ന ഹിംസാ പൊളിറ്റിക്സ് ആണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത്. BJP ബാന്ധവം, കോൺഗ്രസ് ബാന്ധവം ഈ നാടിൻ്റെ മതനിരപേക്ഷതയെ തകർക്കപ്പെടും. അത് സംരക്ഷിക്കപ്പെടണം, തകർക്കാതിരിക്കണം. സവർക്കർ ഗാന്ധി വധക്കേസിലെ 8ാം പ്രതിയായിട്ടുള്ള സവർക്കറുടെ കാൽച്ചുവട്ടിൽ പോയി സാഷ്ടാംഗ പ്രമാണം നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിന് അപമാനകരവും ലജ്ജാകരവുമായിട്ടുള്ള സ്ഥിതിവിശേഷം. എന്നാൽ ഗാന്ധി പിറന്ന നാട്ടിൽ, ഗാന്ധി വന്ന നാട്ടിൽ, പിറന്നത് ഇവിടെയല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഗാന്ധി വന്ന നാട്ടിൽ ഇവിടെ വന്നു ഈ നാടിനെ അഭിസംബോധന ചെയ്തു. ഈ നാട് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ചരിത്രപ്രധാനമായ ധന്യമായ മുഹൂർത്തങ്ങളിലേക്ക് ഈടുറ്റ ചുവടുവെപ്പ് നടത്തി. രാജ്യം മുഴുവൻ നടന്നു. വിശ്വപൗരനായ ഗാന്ധിജി നയിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉൾക്കരുത്താണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ കാവൽക്കാരായി ഇന്നത്തെ തലമുറ പങ്കുവഹിക്കാനുള്ള ഊർജ പ്രചോദനമാണ് ഈ ദൗത്യം എന്നീ അവസരത്തിൽ പറഞ്ഞുകൊണ്ടത്.